എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ 7ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് അല്ല, സ്പോട്ട് അലോട്ട്മെൻ്റാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ജനുവരി 6-ാം തീയതി വേക്കൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഓൺലൈനായിട്ടല്ല ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. LBSൻ്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചായിരിക്കും ഈ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ജില്ലയിലുള്ള സെൻറ്റേഴ്സിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. LBSൻ്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ദിവസം ഡോക്യുമെൻറ്റ്സും പിന്നെ ഇതുവരെ ഒന്നും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത ആളാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസും കൂടെ കയ്യിൽ കരുതുക. അവിടെ വെച്ച് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ LBSൻ്റെ സെൻറ്ററിൽ തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടല്ല ഓപ്ഷൻസ് കൊടുക്കാൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പോലെയല്ല. നിങ്ങൾ നേരിട്ട് LBSൻ്റെ ഡിസ്ട്രിക്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലെത്തി അവിടെ വെച്ച് എന്ത് ചെയ്യണം, സ്പോട്ട് അലോട്ട്മെൻറ്റിന് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. LBSൻ്റെ എല്ലാ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചും ജനുവരി 6-ാം തീയതി ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റാങ്ക്, ഇൻഡെക്സ്, പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, പിന്നെ സീറ്റ് വേക്കൻസി എത്രത്തോളം ഉണ്ടോ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അന്നേ ദിവസം, അതായത് ജനുവരി 6-ാം തീയതി LBSൻ്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് എത്തുക. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് NOC ഇതിന് വേണ്ടി വരുന്നതാണ്. ഇതുവരെ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ LBS സെൻറ്ററിൽ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം സീറ്റ്സൊക്കെ വേക്കൻസിയൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. മിക്കവാറും മെജോറിറ്റി സീറ്റൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അഥവാ വേക്കൻസി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റാങ്ക്, ഇൻഡെക്സ്, പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. പിന്നെ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന കാൻഡിഡേറ്റിൽ നിന്നും ഏറ്റവും ഹയർ റാങ്കുള്ള കാൻഡിഡേറ്റിൽ നിന്നും ഏറ്റവും ലോവർ റാങ്കിലോട്ടാണ് അങ്ങനെയാണ് ഓർഡർ പോകുന്നത്. ഏറ്റവും ഹയർ റാങ്കുള്ള ആ ഒരു കാൻഡിഡേറ്റിനെ ആദ്യം വിളിക്കുകയും അവർക്ക് ആ സീറ്റ് അങ്ങനെ അലോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഓരോന്നും അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ഒക്കെ ലേറ്റ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എടുക്കുക. ലേറ്റ് ആവുമെന്ന് ഉദ്ദേശിച്ചത് അലോട്ട്മെൻറ്റ് തുടങ്ങാനല്ല. അലോട്ട്മെൻറ്റ് ഓരോ സീറ്റ് വീതം ഇങ്ങനെ അലോട്ട് ചെയ്ത് വരുമ്പോൾ ഇത്തിരി സമയം ഒരുപാടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അതിന് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കുക. പിന്നെ സ്പോട്ടിന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് മറക്കരുത്. രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ റാങ്ക്, പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് തിരിച്ച് ഏൽപ്പിക്കണം. സോ ഈ കാര്യം എല്ലാവരും ഓർമ്മയിൽ വെച്ചിരിക്കുക. നിങ്ങൾക്ക് സ്പോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഏതൊക്കെ കോളേജസിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ കോഴ്സിനാണ് വേക്കൻസി എന്ന് LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ LBSൻ്റെ ഡിസ്ട്രിക്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ആ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സീറ്റ് വേക്കൻസി നോക്കി ഏത് കോളേജ് വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ആൾ ദ വെരി ബെസ്റ്റ്.